നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം ആത്മ അവളുടെ പേനയെടുത്തു. ഒഴിഞ്ഞ ഡയറിയുടെ ഒരു താളം നിവർത്തിവെച്ചു. കഴിഞ്ഞ 2 മണിക്കൂറായി പെയ്ത മഴയ്ക്ക് നേരിയ കുറവുണ്ട്. ഇപ്പോൾ ചാറ്റൽ മഴയാണ്. അവൾ ഒരു ജനൽപ്പാളിയുടെ പകുതി തുറന്നു വെച്ചു. നേരിയ തണുത്ത കാറ്റ് അകത്തേക്ക് വീശുന്നുണ്ട്. എത്ര കാറ്റടിച്ചാലും തണുക്കാത്ത മനസ്സുമായി ഇരിക്കുന്ന തനിക്കിതെന്തെന്ന് വെറുതെ ഒരാത്മകഥം. 8 വയസ്സുള്ള സച്ചുവും 6 വയസ്സുള്ള നക്ഷത്രയും കെട്ടിപ്പിടിച്ചുറങ്ങുന്നുണ്ട്. സച്ചു അനിയത്തിയെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. നല്ലതാ മോനെ, എന്ന് നീ അവളെ ഇതുപോലെ ചേർത്ത് നിർത്തിയേക്കണേ. ഇനി നീയേ ഉള്ളൂ ആണായി. നമുക്കെന്ന് ഈ കോടതിയിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ്റെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും അച്ഛനിനി ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരില്ലെന്ന് മാത്രം അവന് മനസ്സിലായി. ചുമരിലെ ക്ലോക്കിൽ സമയം 11:45. ഞാൻ എന്തെഴുതാനാണ്? കോളേജിൽ 3 വർഷം മാഗസീനിൽ കഥ എഴുതി. 1ാം സ്ഥാനം വാങ്ങിയ ആത്മയ്ക്ക് നന്ദേട്ടൻ. ഹോ, ഇന്നു മുതൽ നന്ദേട്ടൻ അല്ലല്ലോ, മിസ്റ്റർ നന്ദഗോപാൽ. കോളേജിൽ PGക്ക് സീനിയറായി പഠിച്ച നന്ദൻ നൽകിയ ചോക്ലേറ്റിൻ്റെ മധുരം ഇന്നും നാവിലുണ്ട്. അതിലും സന്തോഷമുണ്ടാക്കുന്നത് നീ എൻ്റെ പെണ്ണായതിൽ ഞാൻ അഭിമാനിക്കുന്നു കൊച്ചേ എന്ന് പറഞ്ഞുള്ള ആ മനുഷ്യൻ്റെ കള്ളനോട്ടവും ചിരിയും. എത്ര വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു എഴുത്തിനെ, അക്ഷരങ്ങളെ മറന്നിട്ട്. പേനയെടുത്ത് അവൾ ഡയറിയിൽ കുറിച്ചു. ഇത് ഞങ്ങളുടെ കഥയാണ്. ആത്മയുടെയും അവളുടെ സ്വന്തം നന്ദേട്ടൻ്റെയും കഥ. എവിടെ വെച്ചാണ് ജീവിതത്തിൻ്റെ ഗതി മാറി മറിഞ്ഞതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീണ്ട 18 വർഷത്തെ ദാമ്പത്യം ഒരു കടലാസ് തുണ്ടിലെ ഒപ്പുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇപ്പോഴും ഓർക്കുന്നു ആ ദിനങ്ങൾ. കോളേജ് മാഗസീനിലെ എൻ്റെ കവിത വായിച്ച് എന്നെ തേടി വന്ന നന്ദേട്ടനെ. ഡോ ആത്മേ, തൻ്റെ കവിത പോരാട്ടോ, ഇനിയും ശരിയാവാനുണ്ട്. ആരാണാവോ ഈ കവിത മാഗസീനിലേക്ക് എടുത്തത്? താൻ വല്ല കൈക്കൂലിയും കൊടുത്തോ എന്നും പറഞ്ഞൊരു ചിരിയും ചിരിച്ചു കോളേജ് ആർട്സ് ക്ലബ് സെക്രട്ടറിയായ നന്ദഗോപാൽ തിരിഞ്ഞു നടന്നു പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യമാണ് തോന്നിയത്. കാരണം കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യം തനിക്കില്ല. എൻ്റെ കവിത ഞാൻ പോലും അറിയാതെയാണ് മാഗസീനിൽ വന്നതെന്ന കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ സങ്കടം കൊണ്ട് ശബ്ദം പുറത്തു വന്നില്ല. സീനിയറല്ലേ, എന്തും പറയാലോ. മിഴികൾ നിറഞ്ഞ് തിരികെ ക്ലാസ്സിൽ കയറിയപ്പോൾ തൻ്റെ സീറ്റിൽ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റും ഒരു തുണ്ട് കടലാസും ഒരു തവണ മാത്രം വായിച്ചു. മനസ്സിലാരോ കുളിര് കോരിയിട്ട പോലെ തോന്നി. നിനക്കായൊരു വരി. നിന്നെ തഴുകിയ ഓരോ ഇളങ്കാറ്റിലും കൂട്ടായി ഞാനുണ്ടായിരുന്നു. നീ പോലും അറിയാതെ നിൻ മോഹങ്ങൾ നിനക്കായി ഞാൻ നിറവേറ്റുമ്പോൾ നിൻ മിഴികളിൽ ഞാൻ വായിച്ചെടുക്കുന്ന എനിക്കായി മാത്രം നീ കരുതി വയ്ക്കുന്ന പ്രണയത്തിൻ പൂമുട്ടുകളാണ്. ആരാ എന്താ അതൊന്നും അറിയില്ല. പക്ഷെ ഒന്നു മാത്രം അറിയാം, ആ നിമിഷം എൻ്റെ മനസ്സിൽ പൂവിട്ട പ്രണയത്തിൻ്റെ ഒരു വസന്തകാലം. ആരെന്നറിയാതെ എന്തിനെന്നറിയാതെ ഒരിഷ്ടം. എനിക്കായി എൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് എന്നോട് കൂടെ നിൽക്കാൻ ഒരാൾ ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലാരോ ഒരുവിടം പോലെ സന്തോഷം കൊണ്ട് എൻ്റെ മനം തുള്ളിച്ചാടുകയായിരുന്നു. കാരണം മാതാപിതാക്കളോ കൂടപ്പിറപ്പുകളോ ഇല്ലാത്ത തന്നെ വല്യച്ഛനായിരുന്നു വളർത്തിയത്. അവർക്കൊരു ഭാരമായിരുന്നു താനെന്നും അറിയാം. വീട്ടിലൊരു വേലക്കാരി ആവശ്യമില്ലാത്തതിനാൽ ഇന്നും എന്നെ അവിടെ നിർത്തുന്നു. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് പഠിച്ച സ്കൂളിലെ കമ്മിറ്റിക്കാർ തന്നെ ഇന്നും പഠിപ്പിക്കുന്നു. എഴുത്ത് മാത്രമായിരുന്നു തൻ്റെ ലോകവും. തനിക്ക് ആകെയുള്ള കൂട്ടും. കോളേജ് മാഗസീനിൽ എങ്ങനെ തൻ്റെ കവിത വന്നെന്നറിയില്ല. അങ്ങനെ വന്നതും ഈശ്വര നിശ്ചയം. അതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ആരാണെന്ന് ഒരു ക്ലൂ പോലും ഇല്ലാത്തതുകൊണ്ട് ആ കടലാസം പിടിച്ച് കുറേ നടന്നു. ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല. പക്ഷെ അന്വേഷണത്തിൻ്റെ എല്ലാ വഴികളിലും നന്ദഗോപാലൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഹോ, കാണുമ്പോൾ തന്നെ ഞാൻ അവിടം കാലിയാക്കും. കാരണം എന്നെ കണ്ടാൽ പിന്നെ ഓരോന്ന് പറയും. ചങ്കിൽ കൊള്ളും പോലെ തന്നെ. ഒരു മനസാക്ഷിയില്ലാത്ത ദുഷ്ടൻ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ കോളേജ് ഡേ വന്നെത്തി. അന്ന് സ്റ്റേജിൽ നന്ദഗോപാൽ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ ഹാളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അതേ വേഗത്തിൽ തന്നെ ഞാൻ തിരിച്ചു കയറി. കാരണം തൻ്റെ വരികൾക്ക് ശ്രുതിയേകി നന്ദൻ പാടുന്നു. എന്നെ കണ്ടതും മുഖത്ത് കള്ളച്ചിരി വിടർന്നു. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പാട്ട് കഴിഞ്ഞ് എല്ലാ വിദ്യാർത്ഥികളുടെയും മുന്നിൽ വെച്ച് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ, ഞാൻ അന്വേഷിക്കുന്ന ആള് നന്ദഗോപാൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് എഴുതി ചേർക്കുകയായിരുന്നു എൻ്റെ പേരിനോട് ചേർത്ത് തന്നെ നന്ദേട്ടൻ്റെ പേര്. കോളേജ് പഠിത്തം കഴിഞ്ഞ് ജോലി നേടി നന്ദേട്ടൻ വല്യച്ഛൻ്റെ അടുത്ത് വന്ന് എൻ്റെ കൈ ചോദിച്ചപ്പോൾ ഒരിക്കലും ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ലെന്ന് മനസ്സ് പറഞ്ഞു.
പക്ഷെ ജീവിതം അന്ന് ആ നിമിഷം മാറാൻ പോവുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാഹചര്യം വില്ലനായി മുന്നിൽ വന്നപ്പോൾ നന്ദേട്ടൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്നിറങ്ങേണ്ടി വന്നു. പിന്നീട് ഞങ്ങൾക്കായി ഒരു സ്വർഗം പണിതു. ആ മനോഹര പൂന്തോട്ടത്തിൽ തത്തിക്കളിക്കാൻ 2 ശലഭങ്ങൾ, സച്ചുവും നക്ഷത്രയും. അന്നുവരെ അറിയാതിരുന്ന കരുതലും സന്തോഷവും. കുടുംബമെന്നത് എന്താണെന്ന് പോലും അറിഞ്ഞത് അപ്പോഴായിരുന്നു. സന്തോഷത്താൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ളതുപോലും മറന്നുവെന്ന് വേണം പറയാൻ. നന്ദേട്ടൻ്റെ നിർബന്ധപ്രകാരം വിവാഹവും കഴിഞ്ഞും പഠിച്ചു. സച്ചുവും നക്ഷത്രയും കൂടി ആയപ്പോൾ കുടുംബത്തിനൊരു ഭദ്രതയ്ക്ക് വേണ്ടി താനും കൂടി ജോലി നോക്കി. സച്ചുവും നക്ഷത്രയും പഠിക്കുന്ന സ്കൂളിൽ മലയാളം അധ്യാപികയായി കയറി. ജോലിയും കുട്ടികളും വീടും നന്ദേട്ടനും എല്ലാമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു വിധി തൻ്റെ 2ാം ഊഴത്തിനായി വന്നെത്തിയത്. സോഷ്യൽ മീഡിയയുടെ രൂപത്തിൽ. അതെ, ഫേസ്ബുക്ക്. ഇന്ന് നാം കൂടുതൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് തന്നെ. അതെ, കൂട്ടുകൂടാനും ബന്ധം പുതുക്കാനും അത് നിലനിർത്താനും നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഫേസ്ബുക്ക്. ആദ്യം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഫേസ്ബുക്ക് നോക്കുന്നതും മറ്റുള്ളവരുമായി സംസാരിച്ചതും. പിന്നെ കൂട്ടുകാരുടെ എണ്ണം കൂടിയപ്പോൾ മെസ്സേജും ചാറ്റും കൂടി. വീടും ജോലിയും പിള്ളേരെ പഠിപ്പിക്കലും ഒക്കെ ആയപ്പോൾ പതിയെ ഫേസ്ബുക്ക് ലോകം ഞാൻ നോക്കാതെയായി. എന്നാലും നന്ദേട്ടൻ എല്ലാവരുടെയും വിശേഷം എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നന്ദേട്ടൻ പറഞ്ഞ് രേവതി വാസുദേവ് എന്ന പേര് ഞാൻ കേൾക്കുന്നത്. നല്ല കുട്ടി, പാവം, നിന്നെ വലിയ ജീവനാ അവൾക്ക്. സച്ചുവും നക്ഷത്രയും എന്നും ചോദിക്കും. ഒരു ട്രാവൽ ഏജൻസിയിൽ ജോലിയെടുക്കും അവൾ. അങ്ങനെ തുടങ്ങിയ വിശേഷങ്ങൾ പിന്നെ വീഡിയോ കോൾ വരെയായി. ഞങ്ങളും കൂടാറുണ്ടിടയ്ക്ക്. പക്ഷെ എവിടെ വെച്ചോ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിലേക്ക് അവൾ വന്നു കയറുകയായിരുന്നു. അനുജത്തിക്കുട്ടിയായി കണ്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വിശേഷ ദിവസങ്ങളിൽ അവൾ ഞങ്ങളുടെ കൂടെ തന്നെയായി. പിന്നെ വീട്ടിലെ സ്ഥിരം സന്ദർശകയുമായി. നന്ദേട്ടൻ്റെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവളെ വിളിക്കുന്ന പേരിൽ വന്ന മാറ്റം കണ്ടപ്പോഴായിരുന്നു. രേവതി മാറി രേവുവായി. അനുജത്തിക്കുട്ടിയോടുള്ള സ്നേഹം അത്രമാത്രമേ ഞങ്ങൾ കരുതിയുള്ളൂ. പക്ഷേ അവളുടെ ഏട്ടാ എന്ന വിളി നന്ദനെന്നും പിന്നീട് നന്ദോസ എന്നൊക്കെ ആയപ്പോൾ മനസ്സിലൊരു വല്ലായ്മ തോന്നി. പിന്നെ നന്ദേട്ടനോട് അത് സൂചിപ്പിച്ചപ്പോൾ എന്നെ കളിയാക്കി. എൻ്റെ കുശുമ്പ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതെന്നും ഇനിയെങ്കിലും നല്ലത് ചിന്തിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പിന്നീട് വിട്ടു. കാരണം എൻ്റെ ചിന്താഗതിയുടെ കുഴപ്പമല്ലേ. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു പോയ നന്ദേട്ടനെ രേവതിയുടെ കൂടി ഒരു ഓട്ടോയിൽ കയറുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് എൻ്റെ ലോകം കൈവിട്ടു പോവുകയാണെന്നത് എനിക്ക് മനസ്സിലായത്. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എൻ്റെ കോള് കട്ട് ചെയ്തിട്ട് ഓൺ മീറ്റിംഗ് എന്ന മെസ്സേജ് കൂടി നന്ദേട്ടനിട്ടപ്പോൾ മനസ്സ് തകർന്നു പോവുകയായിരുന്നു. വൈകിട്ട് വീട്ടിലൊന്നും സംഭവിക്കാത്തതുപോലെ മീറ്റിംഗ് വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായി. കുട്ടികളെ ഓർത്തും ഈ ലോകത്തെനിക്ക് നന്ദേട്ടനല്ലാതെ ആരുമില്ല എന്ന സത്യം മനസ്സിലുള്ളത് കാരണം പലതും കണ്ടിട്ടും കാണാതെ ഞാൻ നടിച്ചു. ഒടുവിൽ ഒരിക്കൽ യാദർച്ഛികമായി ജോലി നിർത്തി ഉച്ചനേരത്ത് വീട്ടിൽ വന്നു കയറിയ ഞാൻ കണ്ടത് നന്ദേട്ടനോട് ചേർന്ന് നിൽക്കുന്ന അവളെയും. ഒരു നിമിഷം ആശിച്ചുപോയി. ഭൂമി പിളർന്ന് ഞാനങ്ങ് പോയിരുന്നുവെങ്കിലെന്ന്. ഒരു പെണ്ണിനും ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല തൻ്റെ ഭർത്താവിനെ മറ്റൊരുവളുമായി പങ്കുവയ്ക്കാൻ. അയാളുടെ നാമത്തോട് ചേർത്ത് മറ്റൊരുവളുടെ പേര്. ഒരു പെണ്ണിൻ്റെ ലോകം തന്നെ താലിയല്ലേ. ഒരു നുള്ളു സ്വർണം കൊണ്ടുണ്ടാക്കിയതാണേലും ജീവനോളം വിലയുള്ളതാണ്. ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല തൻ്റെ സ്വന്തമായ തൻ്റെ എല്ലാമായ ആള് തന്നോട് വിശ്വാസവഞ്ചന. താൻ കണ്ട കാഴ്ച ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു കുറ്റവാളിയെപ്പോലെ തൻ്റെ മുന്നിൽ നന്ദേട്ടൻ നിന്നപ്പോൾ ഒന്നേ മനസ്സിൽ വന്നുള്ളൂ. താനിന്നും ഒറ്റയ്ക്കാണ്. നന്ദേട്ടൻ്റെ താങ്ങും കരുതലും ഇന്ന് ഞങ്ങളുടെ മേലില്ല. എനിക്ക് സ്വന്തമായി എൻ്റെ കുട്ടികൾ മാത്രം. മനസ്സ് പിടയുന്നുവെങ്കിലും നന്ദേട്ടന് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊപ്പ്. ഇനി ഈ ജീവിതത്തിൽ നന്ദഗോപാലിൻ്റെ ജീവിതത്തിൽ ആത്മയുടെ നിഴൽ പോലും വരില്ലെന്ന ഉറപ്പ് മാത്രം. നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് ആത്മ തൻ്റെ എഴുത്ത് നിർത്തി. സച്ചുവിൻ്റെയും നക്ഷത്രയുടെയും അടുത്തു ചെന്നു. 2 ആൾക്കും ഉമ്മ കൊടുത്തു. അവരെയും ചേർത്ത് പിടിച്ചു കിടന്നു. മനസ്സിൽ പുതിയ കിനാവുകൾ നെയ്തുകൊണ്ട് തൻ്റെ കുട്ടികളുടെ ഭാവി സ്വപ്നം കണ്ട് പുതിയ പ്രതീക്ഷകളുമായി പുതിയൊരു തുടക്കത്തിനായി തൻ്റെ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ട് ജീവിതത്തെ വീറോടെയും വാശിയോടെയും കണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയെ വിജയത്തിൻ്റെ ആദ്യ പടിയായി കണ്ടുകൊണ്ട് വീണ്ടും ഒരു പുതിയ തുടക്കം അന്നവിടെ ആരംഭിക്കുകയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.